Next is cooperative movement in Malabar. മലബാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് 1932-ലാണ്. അതായത് അവിടെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മലബാർ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ കാസർഗോഡ് താലൂക്കും ആണ് ഈ സൊസൈറ്റീസ് ആക്ടിൻ്റെ അതായത് മലബാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി മലബാറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് ഷെയർ ക്യാപിറ്റലാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉണ്ടായിരുന്നത്. അതൊരു അഡ്വാൻറ്റേജാണ്. ഇനി മലബാർ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത് മലബാർ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് രജിസ്റ്റർ ചെയ്തായിരുന്നു. അത് 1917 കാലിക്കറ്റിലാണ് അത് രജിസ്റ്റർ ചെയ്തത്. ഇനി ഈ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കൊച്ചിൻ്റെ കേസിലും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്താ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെയും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് ലോണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് ട്രാവൺകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. അതായത് നമ്മൾ മുമ്പേ ആദ്യമേ തന്നെ ഇതൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നാണ് ട്രാവൺകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഫോം ചെയ്തിരുന്നു എന്ന് പറയുന്നത് 1949 അത് ഫോം ചെയ്തത്. അപ്പം ഇത് KCS ആക്ട് അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നതിന് മുമ്പായിട്ട് ഉണ്ടായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ടായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാവൺകൂർ കൊച്ചിൻ സ്റ്റേറ്റാണ്. അപ്പോൾ അത് 1949 അത് ഫോം ചെയ്തത്. ഇനി ട്രാവൺകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു യൂണിഫോം കോപ്പറേറ്റീവ് ലോയെ ആവശ്യമായിട്ട് വന്നു. എല്ലായിടത്തും ഒരുപോലെ തന്നെ നിയമങ്ങൾ വരണം എന്നൊരു ആവശ്യകത ഉണ്ടായി. അങ്ങനെ ട്രാവൺകൂർ കൊച്ചിൻ സൊസൈറ്റീസ് ആക്ട് 1951 പാസ്സാക്കി. അതിനുശേഷമാണ് 1969 KCS ആക്ട് രൂപം കൊണ്ടത്. KCS ആക്ട് എന്ന് പറഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തത്. ഒന്നുകൂടെ പറയാം. ട്രാവൺകൂർ കൊച്ചിൻ സ്റ്റേറ്റ് അതായത് ട്രാവൺകൂറും കൊച്ചിനും കൂടെ കമ്പൈൻ ചെയ്ത് മെർജ് ചെയ്തിട്ട് 1949 ട്രാവൺകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. അതിനുശേഷം ഇത് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു യൂണിഫോം കോപ്പറേറ്റീവ് ലോ അവിടെ രണ്ടിടത്തും ഒരുപോലെ വരണമെന്ന് ഒരു ആവശ്യകതയുണ്ടായി. അങ്ങനെയാണ് ട്രാവൺകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 രൂപപ്പെട്ടത്. ഇനി അതിന് ശേഷമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഫോം ചെയ്തത്. അതായത് 1956 കേരള സ്റ്റേറ്റ് ഫോം ചെയ്തത്. അതിനുശേഷമാണ് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തത്. ഇനി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ ഈ 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുമ്പോഴത്തേനും ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഹാവ് ഇറ്റ്സ് ഓൺ ആക്ട്സ് ഓൺ കോപ്പറേഷൻ. ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ ആക്ട്സ് ഉണ്ടായിരുന്നു, ആക്ട്സ് തത്വങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഓരോ സ്റ്റേറ്റ്സിനും പ്രത്യേകമായ ആക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഓൾ ലോസ് എല്ലാ നിയമങ്ങളും റിട്ടൺ ഓൺ ദി ബേസിസ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ ആദ്യം പറഞ്ഞ 1904 ആക്ടിലും 1912 ആക്ടിൻ്റെയും ബേസിലായിരുന്നു 1969 ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് ആ ലോസ് ആയിരുന്നു അവിടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ആപ്ലിക്കബിൾ ആയിരുന്നത്. ഇനി അതിനുശേഷം ട്രാവൺകൂർ കൊച്ചിന് മലബാറും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കേരള സ്റ്റേറ്റ് ആയതിനു ശേഷം ഒരു കോമൺ കോപ്പറേറ്റീവ് ലോ
ആവശ്യമായിട്ട് വന്നു. അങ്ങനെ KCS ആക്ട് 15 മെയ് 1969 പ്രാവർത്തികമാക്കി. അപ്പം അതിനു മുമ്പായിട്ട് ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ആക്ട്സും ലോസും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ലോസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1904 ആക്ടിൻ്റെയും 1912 ആക്ടിൻ്റെയും ബേസിലായിരുന്നു എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തിനും കൂടെ ഒരു യൂണിഫോമിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു കോമൺ ആയിട്ടൊരു കോപ്പറേറ്റീവ് ലോയെ ഉണ്ടായി. ഇനി ഫീച്ചേഴ്സ് ഓഫ് KCS ആക്ട്. 1912 ആക്ടിൽ നിന്നും എന്തൊക്കെ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് KCS ആക്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ കാണുന്നത്. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് യൂണിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുമ്പം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും ഉണ്ട്, സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിയനും ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സെക്ഷൻസും, അതായത് സെക്ഷൻ 88ഉം സെക്ഷൻ 89ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സെക്ഷൻ 88 ആൻഡ് 89, അതായത് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 1912 ആക്ടിൽ ഈ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഈസ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ, സെക്ഷൻ 81. കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രൊവിഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, KCS ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് രജിസ്ട്രാർ നൽകുന്ന ഓർഡറിൽ സൊസൈറ്റീസിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാം. ഇനി ആ അപ്പീൽ കൊടുക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ മുമ്പാകെയാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അങ്ങനെ ആ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ക്വാളിഫിക്കേഷൻ, സാലറി, സർവീസ് കണ്ടീഷൻ എക്സെട്ര ഓഫ് എംപ്ലോയീസ്. അത് ഒരു പുതിയ പ്രൊവിഷനാണ്. അത് സെക്ഷൻ 80ലാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അതും KCS ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സർവീസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു പുതിയ പ്രൊവിഷനും കൂടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ഫോർ ഡീലിംഗ് വിത്ത് കറപ്ഷൻ, മാൽ പ്രാക്ടീസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ തിരിമറി നടത്തുക, അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റായിട്ട് ഒരു സർചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലാണ് ഈ സർചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ സെക്ഷൻ 68 ആണ്. അപ്പോൾ ഇതൊന്നും തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 1904 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് മിനിമം 25 persons ഈസ് റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് വേണ്ടത് 25 ആണ്. നമ്മൾ 1912 ആക്ടിലൊക്കെ പറഞ്ഞിരുന്നത് മിനിമം 10 persons മതിയായിരുന്നു. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 persons ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ ഫോം ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 25 persons എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്ന് തന്നെ ആയിരിക്കുകയും വേണം. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് നമ്മൾ 1912 ആക്ടിൽ നമുക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, അതിനെ നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. 2 കാറ്റഗറീസ് അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. സൊസൈറ്റീസ് തന്നെ 2 കാറ്റഗറീസ് ഉള്ള സൊസൈറ്റീസാണ് അവിടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റീസ് ഉള്ള സൊസൈറ്റീസിന് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന ഒരു പ്രൊവിഷൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് സൂപ്പർസെഷൻ. സൂപ്പർസീഡ് എന്ന് പറഞ്ഞാൽ റിമൂവൽ. അതായത് ഇതിനകത്ത് പറയുന്നത് മാനേജിങ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്ക് കൊടുത്തു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് മാനേജിങ് കമ്മിറ്റിയെ വേണമെങ്കിൽ, മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ
നമ്മളെങ്ങനെ മാനേജിങ് കമ്മിറ്റിയെ നമ്മൾ സെലക്ട് ചെയ്യും, ആ കമ്മിറ്റിയെ വേണമെങ്കിൽ പിരിച്ചുവിടാം ചില അത്യാവശ്യ സാഹചര്യങ്ങൾ. അതിനുള്ള റൈറ്റ് രജിസ്ട്രാർക്ക് പ്രൊവൈഡ് ചെയ്തത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലാണ് ആ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സൊസൈറ്റിയിലെ മുഴുവൻ മെമ്പേഴ്സിനും കൂടെ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ജനറൽ ബോഡി എന്ന് പറയുന്നതെങ്കിൽ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് വെച്ചാൽ ജനറൽ ബോഡിയിൽ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സൊസൈറ്റിക്ക് വൈഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ, അതായത് ലാർജ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ പറ്റുകയുള്ളൂ. അതായത് മോർ ദാൻ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ 1/50 മെമ്പേഴ്സ്, 50 മെമ്പേഴ്സിന് നിന്നും ഒരാളെ സെലക്ട് ചെയ്യും. അതായത് 1/50 മെമ്പേഴ്സ് എന്നുള്ള റേഷ്യോയിൽ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഒരു പ്രൊവിഷനും കൂടെ KCS ആക്ട് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് 15% ഓഫ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. അതായത് പ്രോഫിറ്റിൻ്റെ 15% നിർബന്ധമായും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, KCS ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നമ്മുടെ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് 3 or 4 amendments that take place in Kerala Cooperative Societies Act 1969 as compared to Cooperative Societies Act 1912. Thank you.